ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, നമ്മൾ ഖത്തറിൽ നിന്ന് വീട്ടിലെത്തിയ നമ്മുടെ പെട്ടി ഇവിടെ ഉണ്ട്. പെട്ടി പൊട്ടിക്കുന്നതിന് മുന്നേ നമുക്ക് സർപ്രൈസ് പൊട്ടിക്കാം. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉമ്മാനെ വിളിച്ചിട്ട് ആ സർപ്രൈസ് കൊടുക്കാം. എന്താണ് അതിൻ്റെ ഒരുപാട് ആൾക്കാർ കുറേ സജഷൻ പറഞ്ഞു, സ്വർണ്ണമാണ് അതാണ് ഇതാണെന്നൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് അത് കാണാം ഗൈസ്. എന്താണ് നമ്മൾ ഉമ്മാക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കാണാം. ഉമ്മ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്, എന്താണെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഖത്തറിൽ നിന്ന് കിട്ടിയ ആ ഒരു സമ്മാനം കൊടുക്കാൻ കഴിയും. നല്ല മുതൽ പിടിച്ചാണെങ്കിൽ തരുന്ന സമ്മാനം അതില്ലേ, മനസ്സറിഞ്ഞ് വാങ്ങണം. അത് അതിന് വരണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് നോക്കരുത്. കണ്ണ് ചിമ്പി ഇത് നിങ്ങൾ കണ്ടോ? ഇതെന്താ തങ്ങൾക്കുള്ള സമ്മാനം? എന്നിട്ട് പറയും തുറക്കി സമ്മാനം. വ്ളോഗില് കണ്ടോ അത്? എന്നാലും തുറക്കി നോക്കട്ടെ. നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം സർപ്രൈസ് ഗിഫ്റ്റാണ് കഴിച്ചത്. ഇതൊക്കെ ആരാ നിങ്ങൾക്ക് കൊടുന്നു തരിക? എങ്ങനെയുണ്ട്? സന്തോഷായോ? എന്താ നിങ്ങൾ പ്രതീക്ഷിച്ചത്? എന്താ? ഞാൻ പറഞ്ഞത് ഫുള്ള് ഗ്ലാസ് അവിടെ എത്തുമ്പോഴേക്കും പൊട്ടുന്ന് വിചാരിച്ചാണ്. ഉമ്മാനൊക്കെ ഉള്ള ഗിഫ്റ്റ് ഒക്കെ തന്നെ ഒരു 10 കിലോ ഉണ്ട്. എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? അടിപൊളിയല്ലേ? ഇതാണോ ഗിഫ്റ്റ്? എന്തത് പറ്റിയില്ലേ? അങ്ങനത്തെ എത്ര കുടിയിലിരിക്കണെന്നോ? ഇതാണ് ശരിക്കും കിട്ടുന്ന ഗിഫ്റ്റ്. ആൾക്കാർ തരുന്ന അംഗീകാരം. മറ്റേത് പൈസ കൊടുത്താൽ കിട്ടണല്ലേ. ഇത് ആൾക്കാർ തരുന്ന അംഗീകാരമല്ലേ. നിങ്ങൾക്ക് എത്ര ഗിഫ്റ്റ് അങ്ങനത്തെ വേണം? പക്ഷെ പ്രതീക്ഷയൊക്കെ പോയി. 2 പവൻ സ്വർണ്ണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന നാളാണ്. പിന്നെ നിങ്ങൾ എന്തിനാ ബോധ്യപ്പെട്ട്? നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമുള്ള സാധനം എന്താന്ന് പറയും. എന്നാലും നിങ്ങളെ ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? എന്നാലും വെറുതെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. എന്ത് കിട്ടിയ നന്നായിരുന്നു എന്ന് തോന്നുന്നത്. സ്വർണ്ണം ഒഴിവാക്കിയിട്ട് ബാക്കി പറയും. സ്വർണ്ണം ഒഴിവാക്കിയിട്ട് ബാക്കി പറയും. ബാക്കി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നും ആഗ്രഹമില്ല. എന്നാലും വെറുതെ പറയും. ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ കൊടുന്നതാണോ നിങ്ങൾ വിചാരിച്ചാണോ എന്ന് നോക്കട്ടെ. എന്നാലും ചെറിയൊരു ആഗ്രഹം ഉണ്ട്. എനിക്ക് അത് കിട്ടിയ നന്നായിരുന്നു എന്ന് തോന്നണ എന്താണ്? എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നത് എന്താണ്? എന്തേലും തോന്നുന്നുണ്ടോ? മാക്സിയോ? എന്താ തുണിയില്ലാണ്ട് അടുത്ത്? പർദ്ദയല്ല, ഞാൻ മാക്സി അല്ല, പർദ്ദയല്ല, സ്വർണ്ണമല്ല, അല്ലാത്ത എന്താവും? എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിച്ചു. അപ്പൊ എന്തായാലും ഈ ബാഗിന്റെ ഉള്ളിലാണ് ആ സമ്മാനം ഉള്ളത്. അപ്പൊ നമുക്ക് ഇതാ എന്താണ് ഇത്? ഇത്രയും കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലായില്ല? എന്നാ ഇനി കണ്ണടക്കി ഈ കണ്ണടക്ക്. ആ തലേനോട് കണ്ണടക്ക്. കാണാൻ പാടില്ല. കയ്യിൽ കൊടുക്ക. ഇനി എന്താണെന്ന് കണ്ണ് തുറക്കാതെ പറയും. ഇതെന്താ തേങ്ങ കുലുക്കി വെക്കണ മാതിരി? എന്താ കടിച്ചു തിന്നുന്ന സാധനമോ? തുറന്നോ. എന്താ മനസ്സിലായില്ല? കമ്മലോ നോക്കട്ടെ. ഒക്കെ പൊളിച്ച് എന്താ സാധനം? അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. വയറ് കണ്ടപ്പോളേ ആരെങ്കിലും വാങ്ങി തരണം. അപ്പൊ ഫോൺ വാങ്ങണമെങ്കിൽ അങ്ങനെ സൈക്കിളൈപ്പ് വാങ്ങി തരും നിങ്ങൾക്ക്. അതൊക്കെ ഞാൻ റിയാല് കൊടുത്ത് വാങ്ങിയതാണ് ഫോണ്. ഇനി പുതിയ ഫോണിൽ ഇത്ര ദിവസം പഴയ ഫോൺ ഉപയോഗിച്ചിരുന്ന, എൻ്റെ പഴയത് ഉപയോഗിച്ചിരുന്ന ആൾക്ക് അതിനേക്കാൾ നല്ല അടിപൊളി ഫോണാണ് വാങ്ങിയിട്ടുള്ളത്. ടച്ച് ഫോണ്. അത് പാട്ട് കേൾക്കാൻ, വ്ളോഗൊക്കെ കേൾക്കുമ്പോൾ സെറ്റാക്കണ്ടേ? താല്പര്യം എന്നാ കൊണ്ടാ
ആ ഫോൺ ഏതായാലും പൊട്ടി നശിച്ചിരിക്കണേ. അപ്പം എന്തായാലും നല്ലൊരു ഫോൺ. ഈ ഫോൺ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കരുത്, താഴത്തേക്ക് വെക്കരുത്. അങ്ങനെ ഗൈസ് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയാം, അതിന് എനിക്ക് താല്പര്യം ഉണ്ടാകുന്നതിനാണ്. ശകലം മൂടും പോയി. നമ്മൾ ഇത്രയും സർപ്രൈസ് ആക്കി കൊടുത്ത സാധനത്തിനായിരുന്നു. രേഖ എന്താ കാട്ടണേ? ഫോണിനൊന്നും താല്പര്യമില്ല. ഫോണിന് താല്പര്യമില്ലേ? അതിന് വില എത്രയാണെന്നറിയോ? 400. പക്ഷെ പിന്നെ ഇപ്പോൾ അവിടുത്തെ പിന്നാവും കേട്ടോ. 400 റിയാലോ? 400 റിയാല് പറഞ്ഞ എത്ര? 3 പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ. മറ്റേല് കുത്തിയാൽ മതി. ആ എക്സ്റ്റൻഷൻ്റെ അത് പെട്ടിയില്ല, ഈ പെട്ടിയിലുണ്ട്. പിന്നെ പെട്ടി തുറക്കാൻ കിടക്കുന്നേ ഉള്ളൂ. തുറക്കി ഫോൺ തുറക്കി. അങ്ങനെ കൈസ് ഉമ്മാക്കുള്ളത്. കമ്പ്യൂട്ടർ അല്ല വാങ്ങിക്കണം, ഫോണാ വാങ്ങിക്കണേ. ഫോണൊക്കെ ഒരേ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. എന്താ കാട്ടണ്ട? എനിക്കത് ഊരി കുത്തിവെക്കണം. ഫോണ് കുത്തിവെക്കണം. ഗ്യാരണ്ടി ഒക്കെ ഉള്ള ഫോണാണ്. ആ ഇന്ത്യ വാറണ്ടി ഉണ്ട്. ഇവിടുന്നൊക്കെ റെഡിയാക്കാം. അതായത് നിങ്ങളുടെ അടുത്ത് ഇപ്പം ഉള്ളതും വിവോ ആണ്, ഇതും വിവോ ആണ്. എന്തേ വെയിറ്റ് ഇല്ലല്ലോ? അതിന്റെ ക്യാമറ അല്ല ഇതിന്. അതായത് ആദ്യമായിട്ടാണ് ടച്ച് ഫോൺ പുതിയത് കിട്ടുന്നത് കേട്ടോ. ഇതുവരെ എൻ്റെ പഴയ ഫോൺ ഉപയോഗിച്ചിരുന്നു. അതെന്തിനാ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് ഈ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർക്ക് സാധാ വണ്ടികളെ കൊടുക്കുക. എന്തിന്? ഫുള്ള് പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കേടെടുത്തൂലേ. പിന്നെ അതിൽ എക്സ്പേർട്ട് ആകുമ്പോഴാണ് അവർക്ക് ലൈസൻസ് കിട്ടുക. അതേമാതിരി ആദ്യം എന്താക്കി, ഒരു ഉപയോഗിച്ച് പഠിക്കാനും യൂട്യൂബൊക്കെ തുറന്ന് പഠിക്കാനും എൻ്റെ പഴയ ഫോൺ കൊടുത്തു. അതിൽ കുറച്ച് സ്വയം എടുക്കൽ തുടങ്ങി, കമൻ്റൊക്കെ വായിക്കൽ തുടങ്ങിയപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഫോണ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും കുറേ പഠിച്ചു. സിം ഏതാ ബാറ്ററി ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. മെമ്മറി കാർഡൊക്കെ ഇടാം എന്ന് കൊണ്ടുവരെ. അപ്പോൾ ഐശ്വര്യമായി ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോണ്. അതിനേക്കാൾ ഒന്നും പാടെ നല്ല ഫോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഗൾഫ് പോയിട്ട് സ്വർണം വാങ്ങാനാണ് നോക്കിയത്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് കയറി ഓരോ ദിവസവും ഈ ഫോണിൻ്റെ സ്ഥിതി പറ്റയക്കണം. കാരണം ഇത് കഴിഞ്ഞത് ഞങ്ങൾക്ക് കാണിച്ചത് അത് ഈ തരത്തിലാണ് ഞാൻ പുതിയ ഫോണ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇതും ഈ കോലാക്കിയിട്ടുണ്ടാവും, ട്രെയിലടിച്ച് കണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇതൊരു 3-4 വട്ടം നമ്മൾ ഡിസ്പ്ലേ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നിക്കണേ. ഇതിൻ്റെ എവിടെ ഇതിൻ്റെ സിം ഇടുന്ന ഭാഗം? ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഉമ്മയുടെ ഫോണ്. ഓക്കെ, കണ്ടില്ലേ? നല്ല അടിപൊളി ഫോൺ തന്നെയാണ്. ക്യാമറയൊക്കെ നല്ല ക്ലാരിറ്റി ക്യാമറ തന്നെയാണ്. കണ്ടോ, നല്ല സെറ്റ് ക്യാമറ കണ്ടോ, അടിപൊളി ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫോൺ തന്നെയാണ്. ഓക്കെ, നാട്ടിൽ ഏകദേശം ഒരു 15-ൻ്റെ ഉള്ളിൽ വരും കേട്ടോ ഈ ഒരു ഫോണിൻ്റെ റേറ്റ്. ഓക്കെ, അവിടെ 400 റിയാലിൻ്റെ മുകളിലുണ്ടാവും. അത് പിടിച്ചോ. ഈ അതിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ പഴയ ചാർജർ തന്നെ കൊണ്ടുപോയി കുത്തിവെച്ചോ, കുഴപ്പമില്ല. 2 സി പോട്ടോ, മറ്റേത് ഗൾഫ്. പിന്നെ അത് അതിൻ്റെ കയ്യിൽ. അപ്പോൾ ഇതായിരുന്നു ഉമ്മാൻ്റെ പഴയ ഫോണ്. ഉമ്മാൻ്റെ അല്ല, അതായത് ഞാൻ പണ്ട് ടിക്ടോക്ക് ഉപയോഗിച്ചിരുന്നതും യൂട്യൂബ് തുടങ്ങിയതൊക്കെ ഈ ഒരു ഫോണിലാണ്. ഇപ്പോഴാണ് ഈ ഫോണിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ, മൊത്തം പൊട്ടി നാശമായി. മിന്നിയും കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് മിന്നിയും കൊണ്ടിരിക്കുകയാണ്. ഒരു 4ാമത്തെ വട്ടമാണ് ഡിസ്പ്ലേ മാറ്റുന്നത്. കണ്ട് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിയിട്ട് ഇത് എത്രയോ വട്ടം ഇങ്ങനെ വെയ്ത്തിയിട്ട് ഇതുണ്ടോ, ഇങ്ങനെ മിന്നിയും കൊണ്ടിരിക്കണുണ്ടോ. അപ്പോൾ ഏകദേശം ഇത് ചത്തിക്കണേ. അപ്പോൾ പിന്നെ നല്ലൊരു ഫോൺ തന്നെ ഉപയോഗിക്കണ്ടേ. ഇപ്പോൾ പഠിച്ചപ്പോൾ നമ്മൾ നല്ലൊരു ഫോണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സമയമൊക്കെ റെഡിയാക്കാണ്ട് നിങ്ങളത് കൊണ്ടുപോയി കുത്തിയാക്കി കുറച്ച് തരാം. ഒക്കെ റെഡിയാക്കി തരാം. വാട്സപ്പും നമ്പറും കോളും ഒക്കെ റെഡിയാക്കി തരാം. അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉമ്മ ആഗ്രഹിച്ചത് ഈ ഗിഫ്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഉമ്മക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഗിഫ്റ്റ് ആയിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ സ്വർണ്ണം നമ്മളിപ്പോൾ വാങ്ങാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വർണ്ണത്തിൻ്റെ വില 1 ലക്ഷം കടന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വില കുറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.